സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. യേശു നല്ലവൻ, ദയവുള്ളവൻ, ജയവീരന സൈന്യാധിപൻ. യേശു നല്ലവൻ, ദയവുള്ളവൻ, ജയവീരന സൈന്യാധിപൻ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം. ഡിസംബർ 4 നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് ധ്യാനിക്കുകയാണ്. മിക്കാ പ്രവചനം 5-ാം അധ്യായം 2-ാം തിരുവചനം. ബത്ലഹേം എഫ്രാത്ത, നീ യൂദാഭവനങ്ങളിൽ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറഞ്ഞു വയ്ക്കുകയാണ്. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. കാലത്തിന്റെ തികവിൽ മനുഷ്യനായി പിറന്ന് നമ്മെ രക്ഷിക്കുവാൻ കടന്നു വന്ന യേശുക്രിസ്തു ദൈവമാണെന്നും അവൻ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണെന്നും ദൈവവചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തന പുസ്തകം 90-ാം സങ്കീർത്തനം 2-ാം തിരുവചനം, പർവ്വതങ്ങൾക്ക് രൂപം നൽകുന്നതിന് മുമ്പ്, ഭൂമിയും ലോകവും അങ്ങ് നിർമ്മിക്കുന്നതിന് മുമ്പ്, അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് ദൈവമാണ്. അനാദി മുതൽ അനന്തത വരെ യേശുക്രിസ്തു ദൈവമാണ്. കൊളോസ്യോസ് 1:17 നമ്മളെ പഠിപ്പിക്കുകയാണ്. അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ, അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. യേശുവാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ. യേശുവിൽ സമസ്തവും, നിന്റെ ജീവിതം മുഴുവൻ യേശുക്രിസ്തുവിൽ സ്ഥിതി ചെയ്യുന്നു. ഈ പരിശുദ്ധ വചനം കേൾക്കുമ്പോൾ അത് നമുക്ക് അത്ഭുതകരമായ കൃപയും സൗഖ്യവുമായി മാറും. ഹെബ്രായ ലേഖനം 1-ാം അധ്യായം 3-ാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അവൻ അവിടുത്തെ മഹത്വത്തിന്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. അവൻ അവിടുത്തെ ദൈവമഹത്വത്തിന്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. തന്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. യേശു തന്റെ ശക്തിയുള്ള വചനത്താൽ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. നമ്മുടെ ജീവിതത്തെ താങ്ങി നിർത്താൻ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലും നമുക്ക് അഭയം നൽകാൻ യേശുവാകുന്ന ദൈവത്തിന് സാധിക്കും. 1 കൊരിന്തോസ് 8-ാം അധ്യായം 6-ാം തിരുവചനം ഏറെ മനോഹരമാണ്. എങ്കിലും നമുക്ക് ഒരു ദൈവമേയുള്ളൂ. ആരാണോ സർവവും സൃഷ്ടിച്ചത്, ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത്, ആ പിതാവ്. നമുക്കൊരു കർത്താവേയുള്ളൂ. ആരിലൂടെയാണോ സർവവും ഉളവായത്, ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത്, ആ യേശുക്രിസ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം നിലനിൽക്കുന്നത്, നാം സൃഷ്ടിക്കപ്പെട്ടത്, നാം താങ്ങി നിർത്തപ്പെടുന്നത് എല്ലാം യേശുക്രിസ്തുവിലൂടെയാണ്. പരിശുദ്ധമായ വചനങ്ങൾ ഈ ദിനങ്ങളിൽ നിങ്ങൾ എഴുതി വയ്ക്കുക. നിങ്ങൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുക. ദൈവവചനത്തിന്റെ അത്ഭുതകരമായ ശക്തി പ്രത്യേകിച്ച് തളർന്നിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിരാശയിൽ ആണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഈ പരിശുദ്ധമായ വചനങ്ങൾ അവരുടെ ജീവിതത്തിൽ സൗഖ്യമായി മാറട്ടെ. അവരെ താങ്ങി നിർത്താൻ, അവരുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കുവാൻ, അവരെ വഴി നടത്താൻ യേശുവിന് സാധിക്കും. ഈശോയുടെ സമാധാനവും ഈശോയുടെ സ്നേഹവും ഈശോയുടെ സന്തോഷവും അഞ്ചപ്പം ശ്രവിക്കുന്ന എല്ലാവരിലും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.